കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിൽ കോട്ടയം സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. സനോജ്, ശിക്ഷാവിധിയാണ് ഇന്നുണ്ടാവുക. ഇയാൾ കുറ്റക്കാരനാണ്, പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രമാദമായ കേസാണ്. 2022 സംഭവിച്ച ഒരു കേസ്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം, ഈ കേസിന്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ നേരിട്ട വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കൂറുമാറ്റം തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള കൂറുമാറ്റത്തെയൊക്കെ അതിജീവിച്ചാണ് ഇന്നലെ കോടതി പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നിലവിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ശിക്ഷ പ്രസ്താവിച്ചു വരിക? ദിനിഷ, 2022 മാർച്ച് മാസത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. മാർച്ച് മാസം 7-ാം തീയതിയായിരുന്നു സംഭവം. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള രഞ്ജു കുര്യൻ, മാതൃ സഹോദരൻ മാത്യു സക്കറിയ എന്നിവരെ ജോർജ്, അതായത് കരിമ്പനായിൽ ജോർജ് എന്ന സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ വെടിവെച്ചു കൊല്ലുക. രഞ്ജുവിന്റെ ചേട്ടനാണ് ഈ ജോർജ്. അദ്ദേഹം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം. ഈ കൊലപാതകത്തിന് ശേഷം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടുകയും കേസിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ വാദം കോടതിയിൽ നടക്കുമ്പോൾ ബന്ധുമിത്രാദികൾ, മാതാവും പിതാവും ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികൾ കേസിൽ കൂറുമാറി എന്നുള്ളതാണ് പ്രോസിക്യൂഷനെയും പോലീസിനെയും ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം സ്വന്തം മകനെ മറ്റൊരു മകൻ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ട് പോലും കൊലയാളിയായിട്ടുള്ള മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂറുമാറി എന്നുള്ളത് അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായ അന്വേഷണം, വ്യക്തമായ തെളിവുകൾ, 76 സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. അതിൽ ഇവരുടെ വീട്ടിലെ വേലക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പറമ്പിൽ പണിയെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ മൊഴികളിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷനെ അനുകൂലമാക്കി മാറ്റിയത്. ഒപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി മാറി. 76 സാക്ഷിമൊഴികൾ, 278 പ്രമാണങ്ങൾ, 75 സാഹചര്യ തെളിവുകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അങ്ങനെ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറിയിട്ടും അർഹമായ പ്രതി കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. DNA ശരി സനോജ്, വ്യക്തമാണ്. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്കുള്ള ശിക്ഷാവിധി എന്നുണ്ടാകും. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.